പാങ്ങോട്ട് വീട്ടിൽ വളരെ കുറച്ചു സമയമാണ് തെളിവെടുപ്പ് നടത്തിയത്. അവിടെ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് ഒരുപക്ഷെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന്, പിന്നെ ആ ധനകാര്യ സ്ഥാപനം, പണം നിക്ഷേപിച്ച മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനം, അതുപോലെ ചുറ്റിക വാങ്ങിയത്, ഈ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടി അഫാൻ വാങ്ങിയ ചുറ്റിക വാങ്ങിയ ആ സ്ഥലം, അവിടെയൊക്കെയാണ് കൂടുതലും തെളിവെടുപ്പുകൾ നടത്തേണ്ടത്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടേക്ക് പോലീസ് പോവുകയാണ്. അപ്പോഴും സൽമാ ബീവിയുടെ കൊലപാതകം അത് കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം പോലീസ് അവിടെ എത്തും. അഫാനുമായി വീട്ടിലേക്കാണോ ആദ്യം പോവുക എന്നതാണ് വ്യക്തമാകേണ്ടത്, അല്ലേ? സന്ധ്യ, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ ഇനിയുള്ള തെളിവെടുപ്പ് വീട്ടിൽ തന്നെയാകും. കാരണം അഫാന് സുരക്ഷ ഒരുക്കാതെ ഈ പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ല. അങ്ങനെ സുരക്ഷ ഒരുക്കേണ്ട പോലീസുകാരുള്ള വാഹനമാണ് നമുക്ക് തൊട്ടു മുന്നിൽ കാണുന്നത്. ഈ വാഹനം മറ്റൊരു വഴിയിലൂടെ ജിബിൻ ജേബി ഈ അഫാനെ കൊണ്ടുപോകുന്ന വാഹനത്തിനൊപ്പം പോയിരിക്കുന്നത് പ്രധാനപ്പെട്ട പാതയിലൂടെയാണ് എങ്കിൽ ഇത് ഒരു നാട്ടുപാതയിലൂടെ കടന്ന ഒരു ചെറിയ വഴിയാണ്. ആ വഴിയിലൂടെ വേഗത്തിൽ വെഞ്ഞാറമൂടേക്ക് എത്താൻ കഴിയുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഈ പോലീസ് വാഹനം തിരിച്ചുവിട്ടിരിക്കുന്നു. ഈ വാഹനം അധികം വൈകാതെ തന്നെ അഫാന്റെ വീട്ടിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ അഫാനുമായി മറ്റൊരു വഴിയിലൂടെ വരുന്ന പോലീസ് സംഘത്തിനും അവിടേക്ക് എത്താൻ കഴിയും. അതായത് ഈ പോലീസുകാർ, എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ വാഹനത്തിലുള്ള പോലീസുകാർ അവിടെ ഇറങ്ങി സുരക്ഷ ഒരുക്കിയതിന് ശേഷം മാത്രമാകും അഫാനെ ഈ വെഞ്ഞാറമൂടുള്ള വീട്ടിലേക്ക് എത്തിക്കുക. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ പോക്കനുസരിച്ചാണ് എങ്കിൽ നേരെ ഇത് പോകുന്നത് അഫാന്റെ വീട്ടിലേക്കായിരിക്കും ആദ്യം. കാരണം നഗര ഹൃദയത്തിലുള്ള മറ്റു സ്ഥലങ്ങളാണ് ഈ പറയുന്ന ഫിനാൻസ് സ്ഥാപനവും അതോടൊപ്പം തന്നെ പണം നിക്ഷേപിച്ചു എന്ന് പറയുന്ന CDMA ഉള്ള സ്ഥലവും, അതോടൊപ്പം ഈ സാധനങ്ങൾ വാങ്ങിയ ചുറ്റികയടക്കമുള്ള കൊലപാതകത്തിനുള്ള ചുറ്റികയടക്കമുള്ള അഫാൻ കഴിക്കാനായി വാങ്ങിയ വിഷമടക്കമുള്ള സ്ഥലമുള്ള കടകൾ എന്നൊക്കെ പറയുന്നത് നഗരത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന കടകളാണ്. അതിനാൽ ഈ സമയത്ത് വെഞ്ഞാറമൂട് നഗരത്തിലേക്ക് അഫാനെ ഒരു സുരക്ഷയുമില്ലാതെ ഇറക്കും എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. അതിനാൽ തന്നെ ഈ പോകുന്ന വാഹനം ഇത് എവിടേക്കാണോ പോകുന്നത് അവിടേക്കായിരിക്കും അഫാനുമായുള്ള വാഹനം തൊട്ട് പിന്നാലെ എത്തുക എന്ന് ഉറപ്പിക്കാൻ കഴിയും. നിലവിലെ സാഹചര്യം അനുസരിച്ചാണ് എങ്കിൽ നമുക്ക് പറയാൻ കഴിയുക അഫാന്റെ വീട്ടിലേക്ക് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൽമാ ബീവിയുടെ വീട്ടിൽ കണ്ടതിന് സമാനമായി തന്നെ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളതായിരിക്കും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നീക്കം. കാരണം അധികം സമയം ഇനിയിപ്പോൾ അഫാനുമായുള്ള തെളിവെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അത് വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ തെളിവെടുപ്പ് തുടങ്ങാൻ തന്നെ ഒരുപാട് വൈകി. അല്ല എങ്കിൽ ഒരുപക്ഷെ ഈ തെളിവെടുപ്പ് കുറേ അധികം സമയം നീണ്ടുള്ള ഒരു തെളിവെടുപ്പ് നടന്നേനെ. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും ആ വീട്ടിൽ നിന്നും കണ്ടെത്താനില്ല. ഇപ്പോൾ അഫാനുമായി പോകുന്ന സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ കൂടി ആ വീട്ടിൽ അഫാൻ ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ചിറ്റികയിരുന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ ചുറ്റികയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് സാധനങ്ങളൊന്നും ആ വീട്ടിൽ നിന്നും കണ്ടെത്താനില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനില്ല. ഫിനാൻസ് സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു സാങ്കേതികമായി അവിടെ എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് തെളിവെടുപ്പ് എന്നുള്ള മറ്റ് കേസുകളിലേക്ക് പോലെയുള്ള തെളിവെടുപ്പ് എന്നുള്ള നിലയിൽ സങ്കീർണമായ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. അതിനാൽ ഇപ്പോൾ നമ്മൾ പോകുന്ന വെഞ്ഞാറമൂടുള്ള വീട്ടിലേക്കാണെങ്കിലും അവിടേക്ക് എത്തിച്ച് വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു ഇടവഴിയിലൂടെ കയറി വന്ന വാഹനം പ്രധാന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എവിടേക്കാണ് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്, വെഞ്ഞാറമൂട്ടിൽ വീട്ടിലേക്കാണോ സ്വവസതിയിലേക്കാണോ കൊണ്ടുപോകുന്നത്, ഇത് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്കത് അറിയാൻ കഴിയും.